അയാൾ ഇവരെ കണ്ടോട്ടനെ ഇറങ്ങിയ അങ്ങാടിയിലേക്ക് ചെന്നിട്ട് കള്ള മക്കളെ കണ്ടടാ നോക്കടാ, നിങ്ങൾ ഇത്രയും കാലം എന്താ പറഞ്ഞേ? യൂട്യൂബ് എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാനിപ്പോഴും ഇംഗ്ലണ്ടിലെ മറ്റോ വല്ല റെസ്റ്റോറൻറ്റിലും പാത്രം കഴുകുന്നുണ്ടാവും. ഞാൻ നേരെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്ത് പോകും. അതിന്റെ തൊട്ടപ്പുറത്തൊരു കല്യാണ മണ്ഡപമുണ്ട്. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ പോകും, കഴുകും തരും. എന്നെ വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആളാണ് ചേട്ടൻ. അത് മാർക്കറ്റിനകത്തൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കേണ്ടി വരും. പക്ഷെ ഫാബുലസ് നമ്മളെ നാട്ടിൽ വളരെ പുച്ഛത്തോടെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അവിടെ അത് ബംഗാളിയ ഭക്ഷണം ഉണ്ടാക്കുന്നത്. കുറെ ഉണ്ടാക്കി വെക്കുക, പറ്റാവുന്നത്ര കഴിക്കുക, എന്നിട്ട് പറ്റുമെങ്കിൽ ആ കസേരയെ തന്നെ ഉറങ്ങിപ്പോവുക. ഞാനെന്തിനാ കാണുന്നത്? പിന്നെ ഒന്നാമത് ഈ പറയുന്നത് മുഴുവൻ എന്നെ അപമാനിക്കുന്ന കാര്യങ്ങളല്ലേ. ഞാനെന്തിനാ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു 1-2 ടോക്സ്. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഫുഡ് ബ്ലോഗർ മൃണാളാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ ഈ ചിരിയാണ് കേട്ടോ മെയിൻ. ചേട്ടനോട് ആദ്യം ചോദിച്ചു തുടങ്ങാൻ പോകുന്നത്, ചേട്ടനോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും കുറ്റം പറയുന്ന ആളാണെങ്കിൽ സ്വന്തമായിട്ടൊരു റെസ്റ്റോറന്റ് അങ്ങ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആഫ്റ്റർ ഒരു റെസ്റ്റോറന്റ് ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള? ഞാൻ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്കതിന്റെ പായസം തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് ബിരിയാണിയുടെ കാര്യത്തിൽ ഈ പായസം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ക്ഷമയില്ല. എൻ്റെ പ്രധാന സ്വഭാവം അതാണ്. പെട്ടെന്ന് ദേഷ്യം വരും, തീരെ ക്ഷമയില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ തമ്മിലിപ്പോൾ വഴക്കുണ്ടാക്കി, അടുത്ത 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ എന്ത് വേണേലും ചെയ്യും. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ മറന്നുപോകും. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് സ്വഭാവം. അത് ചെറുപ്പത്തിലേ അങ്ങനെയാണ്. ഈ പായസം മാറ്റാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പം കഷ്ടകാലത്തിന് ഈ ബിരിയാണി ഉണ്ടാക്കിയ ദിവസം എൻ്റെ പരിചയത്തിലൊക്കെയുള്ള കുറേ ആളുകൾക്ക് നമ്മൾ ഈ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കൂലേ? ഫസ്റ്റ് ഡേയിൽ അന്നാണല്ലോ ഞാനും ടേസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഷെഫിനെ ട്രയൽ ചെയ്തപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആദ്യത്തെ ദിവസം വന്ന ഫീഡ്ബാക്ക് മുഴുവൻ ആ പായസം ഭയങ്കര സംഭവമാണ്. ഞാനിങ്ങനെ നസീബിനോടും പിന്നെ ശ്യാംജിത്തിനോടൊക്കെ പായസം അത് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫീഡ്ബാക്ക് വരികയാണ്, പായസം വിഷയം. അപ്പോൾ അവര് ആ നിമിഷം വരെ ഞാനൊരു ഫുഡ് ബ്ലോഗറാണെന്നും എനിക്ക് ഫുഡിനെ പറ്റി വിവരമുണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഈ തകരലൊരു ശീലമാണല്ലോ, അതുകൊണ്ട് നമ്മളങ്ങനെ തോപ്പിക്കാൻ പറ്റൂല. ഞാനിപ്പോഴും ഈ പായസം മാറ്റാൻ ഇപ്പൊ 6 മാസമല്ലേ ആയുള്ളൂ, പായസം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അങ്ങനെ പായസം മാറ്റാൻ ശ്രമിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന പായസത്തിലേക്ക് എത്തുന്ന മൊമെന്റിൽ സ്വിഗ്ഗിയിലോ സൊമാറ്റോ ഒരു റിവ്യൂ വരും, എന്തൊരു പായസം. അപ്പൊ ഈ ബിരിയാണിയുടെ കൂട്ടത്തിൽ പായസത്തിന്റെ കോമ്പിനേഷൻ എങ്ങനെയാ വന്നത്? നമ്മൾ ഐസ്ക്രീം അങ്ങനെ നോർമലി അങ്ങനെയൊക്കെയാ കണ്ടിട്ടുള്ളത്. ഇത് ക്ലൗഡ് കിച്ചൺ അല്ലേ, ഞാൻ എങ്ങനെ ഐസ്ക്രീം നിങ്ങൾക്ക് തന്നുവിടും? ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഓരോരോ സിറ്റുവേഷനിൽ നിന്നുണ്ട്. ഇന്നിപ്പം ഞാൻ രാവിലെ ഹാപ്പി കപ്പിൽ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കുകയായിരുന്നു. ഈ ഹോട്ട് ചോക്ലേറ്റിന്റെ തുടക്കം എന്ന് പറയുന്നത് യൂറോപ്പിലെ രാജാക്കന്മാർ അവരോട് ആരോ പറഞ്ഞു കൊടുത്തു, ഈ കൊക്കോ കഴിക്കുന്നത്, കൊക്കോ എന്നാണല്ലോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, കൊക്കോ കഴിക്കുന്നത് ശരീരത്തിന് ഭയങ്കര നല്ലതാണെന്ന് അവരുടെ ഇടയിൽ എങ്ങനെയോ, ഈ വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയോ പരന്നു. അന്നു മുതൽ അവർ കൊക്കോ പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ സോഴ്സ് ചെയ്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്യാൻ ആൾക്കാർ, അത് കലക്കി റെസിപ്പീസ് ഉണ്ടാക്കാൻ ആൾക്കാർ. അതാണ് അതിൻ്റെ ഹിസ്റ്ററി, ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററി. ഈ ഫുഡ് എന്ന് പറയുന്നത് അന്ന് ആരോഗ്യത്തിനും അല്ലെങ്കിൽ ദീർഘായുസിന് അങ്ങനെയൊക്കെ വേണ്ടി കുടിച്ചിരുന്ന ഒരു സാധനം ഇന്നിപ്പം നമ്മൾ വളരെ അൺഹെൽത്തി ആയിട്ടല്ലേ കഴിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്നിപ്പോ ഒരു ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ആരോഗ്യത്തിന് നല്ലതാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കഴിക്കൂലല്ലോ. ഫുഡ് എപ്പോഴും അങ്ങനെയാണ്, ഒരു തുടക്കമാണത്. ഒരു ഉദാഹരണത്തിന് ഇന്ത്യക്ക് വെളിയിലാണ്, UAE-യിലാണ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പണിങ്. ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ MD എൻ്റെ കൂടെയുണ്ട്. ഇന്ന് ഓപ്പണിംഗ് ആണ്, വൈകിട്ട് റെസ്റ്റോറൻറ്റ് തുറക്കുന്നു. ഭയങ്കരമായ തിരക്കാണ്. കാരണം ആ റെസ്റ്റോറൻറ്റ് വരുന്നു എന്നുള്ളത് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. വലിയ ബ്രാൻഡാണ്, ഭയങ്കര തിരക്ക്. 12 പേര്, അവർ 12 പേരും പാകിസ്ഥാൻ സ്വദേശികളാണ്. അവരാണ് ക്ലീനിങ്ങിലുള്ളത് ആ റെസ്റ്റോറൻറ്റിൽ.
കിച്ചണകത്ത്. ഈ പ്ലേറ്റുകൾ വന്ന് കുന്നുകൂടാൻ തുടങ്ങി. കുറേ കസ്റ്റമേഴ്സ് വന്നിട്ട്, ഇപ്പോൾ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ തന്നെ 3-4 പ്ലേറ്റും 1-2 ചായ ഗ്ലാസ്സോ കപ്പോ ഒക്കെ കാണും. അപ്പോൾ ഒരു 10-500 പേര് വന്നു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും എന്ന് ഊഹിക്കാമല്ലോ. പിറ്റേന്ന് രാവിലെ ഞാനും ഈ ഇതിൻ്റെ MD കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കോൾ വരികയാണ്, ഇന്ന് തുറക്കാൻ പറ്റില്ല. അതായത് ഇന്നലെ ഓപ്പൺ ചെയ്ത റെസ്റ്റോറൻറ്റ് അന്ന് പൂട്ടിയിടണമെന്നാണ് എൻ്റെ ജനറൽ മാനേജർ വിളിച്ച് പറയുന്നത്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ പാകിസ്ഥാനികൾ രാത്രി ഈ പ്ലേറ്റിൻ്റെ എണ്ണം കണ്ട് പേടിച്ച് ഓടിപ്പോയി. കഴുകാൻ ഡെയിലി രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഇത്രയും പ്ലേറ്റ് കഴിയേണ്ടി വന്ന ഇവൻ മരിച്ചു എന്നുള്ള ഇവനറിയാം. അവൻ ജീവിതത്തിൽ അത്രയും നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് അങ്ങനെയാണല്ലോ, ഒരുപാട് പ്ലേറ്റുകൾ വേണ്ടേ. ഒരു സാൻഡ്വിച്ച് കഴിക്കുന്ന പോലെ, ഒരു ബർഗർ കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു പിസ്സ കഴിക്കുന്ന പോലെയോ അല്ലല്ലോ നമ്മുടെ പരിപാടി. നമുക്ക് ഒരു പൊറോട്ടയും കറിയും അല്ലെങ്കിൽ മീൽസ് എന്ന് പറഞ്ഞാൽ തന്നെ എത്ര പ്ലേറ്റായി. ഇവരോടിപ്പോയി. ഞങ്ങൾ എന്നിട്ട് ഇത് പൂട്ടിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു ആ ബ്രാൻഡിന് അതിൽ പരം ഒരു വലിയ കുഴപ്പം വരാനില്ല. കൂലങ്കഷമായിട്ട് ചിന്തിക്കുകയാണ്, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ക്ലീനിങ് ബോയ്സിന് നമുക്ക് വിദേശരായത് പെട്ടെന്ന് മറ്റേ അവിടുന്ന് ഇവിടുന്ന് റോട്ടി സൈഡ് ചെയ്ത് വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. ഇവർക്ക് വിസ വേണം, ഇവർക്ക് അങ്ങനെ പല കാര്യങ്ങൾ വേണം. അപ്പം നമ്മൾ ഇത് സപ്ലൈ ചെയ്യുന്ന ഏജൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കാറ്ററിങ്ങിനൊക്കെ സപ്ലൈ ചെയ്യുന്ന ഏജൻസ് ഉണ്ടാവും. പുറത്ത് അതും കിട്ടൂല. പാർട്ട് ടൈം വർക്കേഴ്സിനെ കിട്ടും, പക്ഷെ അവർക്ക് ഇതൊന്നും ചെയ്ത് പരിചയം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള പലവിധ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിച്ചണകത്ത് നിന്ന് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ളൊരു മനുഷ്യൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട്, അല്ല നമുക്ക് ഈ മൂപ്പര് ഈ മലബാറുകാരനാണ്, അപ്പം മൂപ്പര് ഒരു സംസാര രീതിയുണ്ട്, ചെറിയ പയ്യനാണ്, അമ്മക്ക് ഈ ഇല വെച്ചിട്ട് ബൾബിയാ പോരെ, അതാകുമ്പോൾ കഴിയണ്ടല്ലോ. മീൽസ് ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്ക് നമ്മൾ വേറെ ബ്രാഞ്ചുകളിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യാം. ഞങ്ങളങ്ങനെ ഇല വെച്ചിട്ട് വിളമ്പ് തീരുമാനം. നമ്മൾ സാധാരണ പോലെ ടേബിളിൽ ഈ മറ്റേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇരിക്കുന്നു, ഇല വെക്കുന്നു, കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരാൾ ബിരിയാണി ഓർഡർ ചെയ്താൽ അല്ലെങ്കിൽ പൊറോട്ട ഓർഡർ ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ തീരുമാനിച്ച് നമുക്ക് ഇലയിൽ തന്നെ കൊടുക്കാം. പൊറോട്ട ഇലയിൽ വിളമ്പുന്ന റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തമിഴ്നാട്ടിലൊക്കെ ഇല്ല, ബിരിയാണി ഇലയിൽ. ഇപ്പം നമ്മൾ പൊതി ബിരിയാണി വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ തീരുമാനിക്കുന്നു, ചെയ്യുന്നു. അത് ചെയ്യാൻ നേരത്തെ ഷെഫ് വന്നു. ശശിയേട്ടനാണെന്നാണ് എൻ്റെ ഓർമ്മ, കുറേ കൊല്ലം മുമ്പാണ്. മൂപ്പര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചിക്കൻ മല്ലി പൊടിയിലിട്ടിട്ട് ഒരു മല്ലിപ്പെരളൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഉണ്ടാക്കാം. കുറച്ച് സീ ഫുഡും. അപ്പം ഈ ബിൽഡിങ്ങിൽ തന്നെ ലുലു ഉണ്ട്. അപ്പം അവിടുന്ന് പെട്ടെന്ന് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും, ദൂരെയൊന്നും പോകണ്ട. നമുക്കൊരു സീ ഫുഡിൻ്റെ ഒരു ചെറിയൊരു റോസ്റ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ 12 ദിർഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ചോറ് നമുക്ക് 18 കൊടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം, 6 ദിർഹം കൂടുതൽ കിട്ടുകയാണ്. 12 സ്റ്റാഫിൻ്റെ ശമ്പളം ലാഭിച്ചു. ഇവിടെ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ എളുപ്പത്തിലായി. ആ റെസ്റ്റോറൻറ്റ് ഇപ്പോഴും വീക്കെൻഡിൽ ഇല വെച്ചിട്ടാണ് വിളമ്പുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ ദിർഹം എന്ന് പറഞ്ഞു പോയി, അതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് പിടിയിട്ടിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല എന്തുകൊണ്ട് അവിടെ. എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ എന്തോ ഭീകരമായ ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ ഇല വെച്ച് ഭക്ഷണം കൊടുത്ത് 2 സൈഡ് അഡീഷണൽ വെച്ചിട്ട് ഒരു നോൺ വെജ് കോംബോ ആദ്യമായിട്ട് ഉണ്ടാക്കി എന്നൊക്കെ. അല്ല, പാകിസ്ഥാനികൾ ഓടിപ്പോയത്. പാകിസ്ഥാനികൾ ഓടിപ്പോയതുകൊണ്ട് അങ്ങനെ ഒരു കൾച്ചർ പോലെ തന്നെ വന്നു അല്ലേ. ഇതാണ് സത്യം. ആരൊക്കെ ചിക്കൻ 65 ഏറ്റവും ഫേമസ് ഡിഷാണല്ലേ. ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ 65 ദിവസം പ്രായമുള്ള കോഴിയുടെ ഇറച്ചി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ചിക്കനെ 65 പീസാക്കി മുറിച്ചിട്ട് അല്ലേ, കുറെ കഥകളുണ്ടല്ലോ. യഥാർത്ഥ കഥ എന്താണെന്നറിയോ? ചെന്നൈയില് നമ്മൾ അണ്ണാസാലയിൽ പോവാ, പഴയ അണ്ണാസാല. അവിടെ AM ബുഹാരി എന്ന് പറയുന്ന മനുഷ്യന്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ബുഹാരി. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ആദ്യമായിട്ട് ചിക്കൻ 65 ഉണ്ടാക്കിയത്. അവിടെ ഒരു ഷെഫ് ഉണ്ടായിരുന്നു, എന്നെ പോലെ പ്രാന്തൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ഈ സ്ഥിരം ചെയ്യുന്നതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂപ്പർക്ക് ഇഷ്ടമല്ല, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണം. മൂപ്പരങ്ങനെ രാവിലെ വന്നിട്ട് ഒരു ദിവസം ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കി. അപ്പോൾ ഈ ബുഹാരി വരണം, അദ്ദേഹമാണല്ലോ ഇതിൻ്റെ ഓണർ. അദ്ദേഹം വന്ന ഉടനെ ഇങ്ങനെ ഇത് കൊടുത്തു. അപ്പോൾ ബുഹാരി അങ്ങേര് ഇയാൾ ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി, പലതും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മൂപ്പര് ഇത് പറഞ്ഞ്, ഇത് കൊള്ളാമല്ലോ, ഇത് പറക്കി പറക്കി തിന്നാം. ബുഹാരി പറഞ്ഞു, ഇത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാം കേട്ടോ. അപ്പം പേര് വേണം, വേണ്ടേ? അന്ന് 1965 ജനുവരി 1 അങ്ങനെയാണ് ചിക്കൻ 65 വേണ്ടത്.
ന്യൂ ഇയറിന്റെ എന്നായതുകൊണ്ട് ആണ്. ആ പേര് വേണം, പെട്ടെന്നൊരു പേര് വേണ്ട, എന്ത് പേരിടും? 1965 ജനുവരി 1 65. അയ്യോ ഇതാണ് പലപ്പോഴും സത്യം. പിസ്സ ഇറ്റലി അല്ലേ, ഭയങ്കര സംഭവം. അതെ. ഇറ്റലിയിലെ മറ്റേ റോമിലൊന്നും അല്ല, വെനീസിലോ അല്ലെങ്കിൽ നിയോപൊളിറ്റൻ പിസ്സ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വേണമെങ്കിൽ എസ് എഴുതും. ചാറ്റ് GPT ചോദിച്ചാൽ അവർ അത് എസ് എഴുതും. സത്യം എന്തായിരുന്നു അറിയാം, പട്ടാളക്കാർക്ക് കഴിക്കാൻ മര്യാദ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് ബേസിക്കലി മൈദയുടെ ഒരു ഇതും അതിൻ്റെ മുകളിൽ എന്താ വെച്ചാൽ വാരിപ്പറക്കി ഇടുന്നു. ചീസ് മാത്രമേ ഉള്ളൂവെങ്കിലും മാർഗരീറ്റയായി. അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റി അതായി. ഇനി ഇതേപോലെ പട്ടാളക്കാർക്ക് മര്യാദ ഭക്ഷണം കിട്ടാത്തപ്പോൾ ഒരാൾ ഉണ്ടാക്കി കൊടുത്ത സൊല്യൂഷനാണ് ബിരിയാണി. മുംതാസ് ബീഗം മുഗൾ പട്ടാളക്കാർക്ക് ഇപ്പം യുദ്ധം ചെയ്യുമ്പോൾ കുറേ ദൂരെ പോയിട്ടല്ലേ യുദ്ധം ചെയ്യുക, അവിടെയൊന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ. അപ്പം ശക്തി വേണ്ടേ? അപ്പം കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് വേണം, കുറച്ച് പ്രോട്ടീൻ വേണം, കുറച്ച് പിന്നെ എനർജി പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള സൈഡിലുള്ള സംഭവങ്ങൾ വേണം. ബിരിയാണി അതാകുമ്പോൾ ഒറ്റ ചെമ്പിൽ വേവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ബിരിയാണി ഉണ്ടായത്. ഈ ആൾക്കാർ പറയും ഇത് നമ്മളിങ്ങനെ 25 കൊല്ലം തപസ്സിരുന്ന് കണ്ടുപിടിച്ചതെന്ന്. പലപ്പോഴും ഒന്നും സത്യമല്ല, ഇതൊക്കെ ഓരോ മണ്ടത്തരത്തിന്റെ ബാക്കിയാണ്. ഫുഡ് ബ്ലോഗിങ് കണ്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എബിൻ ജോസ് ആയിരിക്കണം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ നോർമൽ ഓഡിയൻസ് എന്നുള്ള രീതിക്ക് ഫുഡ് ബ്ലോഗർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നത് ബ്രിനാഡ് ബ്ലോഗ്സ് ആണ്. അപ്പോൾ ചേട്ടൻ ഇതുപോലെ ഇങ്ങനെ ഈ സ്റ്റോറികളുടെ പിറകെ പോയിട്ടാണോ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ വന്നത്? എങ്ങനെയാണ്? അങ്ങനല്ല, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുഴപ്പക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ജയിലിൽ പോകേണ്ട കൈൻഡ് ഓഫ് കുഴപ്പക്കാരല്ല. തലയ്ക്ക് ലേശം കുറച്ച് എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സർക്കിൾസിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കഥകൾ ഉണ്ടാവും. കഥകൾ ഇങ്ങനെ വരും. ഇപ്പൊ കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞാല് ഒരാൾക്ക് സാധാരണ എന്താ ഓർമ്മ വരും? അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു കഥാപാത്രം അല്ലേ, അല്ലെങ്കിൽ പണ്ടത്തെ കോഴിക്കോട്ടെ നാടകമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സ്കില്ലല്ലേ ഓർമ്മ വരിക. എനിക്ക് കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞാൽ ഓർമ്മ വരിക, ഞാൻ കേട്ടൊരു കഥയാണ്. അതായത് ഒരു നാട്ടിൽ ഒരു തവണ മുകേഷും കുതിരവട്ടപ്പും കൂടെ ഒരു സിനിമ സെറ്റിൽ ഷൂട്ട് ചെയ്യുകയാണ്. മുകേഷ് വളരെ ജൂനിയറാണ്. അപ്പം മുകേഷിന് നാളെ രാവിലെ ഊട്ടിയിലെത്തണം. ഇയാൾക്ക് പോകാൻ വണ്ടിയൊന്നുമില്ല. അപ്പം ആരോ പറഞ്ഞു കുതിരവട്ടം പപ്പു ഊട്ടിക്ക് പോകുന്നുണ്ടെന്ന്. അപ്പം ആ കാറിൽ ഇദ്ദേഹം കയറി. അപ്പം അങ്ങനെ പോയി ഇദ്ദേഹം വളരെ ഭക്ഷണപ്രിയനാണ്, വളരെ ഭക്ഷണപ്രിയ. അദ്ദേഹത്തിന്റെ മകനും അതെ, ബിനു പപ്പു. എന്നെ ബിരിയാണിയെ കൊണ്ടു കൊടുക്കാനൊക്കെ ഞാൻ ഈ രണ്ടാഴ്ച മുമ്പ് കൊണ്ടു കൊടുത്തിരുന്നു. അപ്പം അങ്ങേരോട് ഞാൻ ഇത് പറഞ്ഞത്. ഇങ്ങനെ പോയപ്പോൾ മൂപ്പര് പറഞ്ഞു, എടാ അവിടെ നിർത്ത്, അവിടെ ഒരു നല്ല മട്ടൻ കറി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ അങ്ങാടി, ആ അങ്ങാടിയുടെ അന്നത്തെ കാലം ആ അങ്ങാടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു ചെറിയ ഒരു പാവം മനുഷ്യൻ നടത്തുന്ന ഒരു ചെറിയ കട. കുതിരവട്ടം പപ്പ് തലയെക്കെട്ടൊക്കെ കെട്ടി കടയിലേക്ക് കയറിയപ്പോൾ ഇയാള് കണ്ട് ഞെട്ടുന്നു. വലിയ സ്റ്റാറാണ്. മുകേഷിനെ അങ്ങനെ ആർക്കും അധികം അറിയില്ല. ഇയാള് ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നു, കഴിക്കുന്നു, പൈസ കൊടുത്ത് ഇറങ്ങിപ്പോയി. അവിടുന്ന് കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഇതേ റൂട്ടിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നുകൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. കുറേ വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പം മുകേഷ് ഇങ്ങനെ ഓർത്ത് പറയുന്നു, ചേട്ടാ ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടെ കഴിച്ച മട്ടനോ, നമുക്ക് അവിടെ പോവാം. ഇവർ രണ്ടുപേരും ഒന്നുകൂടെ അവിടെ പോകുന്നു. അവിടെ പോയിട്ട് ഇവർ രണ്ടുപേരും കയറി പോകുമ്പോൾ ഈ പറയുന്ന സാധു മനുഷ്യൻ അതേപോലെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ക്യാഷ് കൗണ്ടറിൽ, മുതലാളിമാരല്ലോ ആണല്ലോ പണ്ടത്തെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുക. അയാൾ ഇവരെ കണ്ടോട്ടനെ ഇറങ്ങിയ അങ്ങാടിയിലേക്ക് എന്നിട്ട്, കള്ള മക്കളെ കണ്ടടാ, നോക്കടാ, നിങ്ങൾ ഇത്രയും കാലം എന്താ പറഞ്ഞേ, ഞാനിവിടെ കുതിരവട്ടം പപ്പു വന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞുണ്ടാക്കിയ, എനിക്ക് ഭ്രാന്താന്നുള്ളത്. കുതിരവട്ടം പപ്പു എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് താമരശ്ശേരി ചുരം ഓർമ്മ വരിക. സോറി, എനിക്കതല്ല ഓർമ്മ വരിക. എന്ത് ചെയ്യാൻ പറ്റും? മെന്റലാണ്, അതാണ് പ്രശ്നം. നമ്മൾ ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകും. ഇപ്പം എൻ്റെ ആദ്യത്തെ വ്ലോഗുകൾ ഒന്ന് രാമശ്ശേരി ഇഡ്ഡലിയാണ്. ആദ്യം ഷൂട്ട് ചെയ്ത് രാമശ്ശേരി ഇഡ്ഡലിയാണ്. അത് കഴിഞ്ഞ് ആമ്പൂർ ബിരിയാണിയാണ്. അപ്പം രാമശ്ശേരി ഇഡ്ഡലിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, ആമ്പൂർ ബിരിയാണിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഇവിടെയാണ്, തഞ്ചാവൂർ ഇഡ്ഡലി കിട്ടുന്ന അമ്പലം
തഞ്ചാവൂർ തന്നെയല്ലേ, തഞ്ചാവൂർ ഇഡ്ഡലി. ഉം. അത് കഴിഞ്ഞ് കുംഭകോണം ഡിഗ്രി കോഫി, അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. കുംഭകോണം ഡിഗ്രി കോഫിയുടെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പയ്യൻ്റെ അകിടുന്ന് കറക്കൂലേ പാല്, ഉം. അതും കസ്റ്റമർ കാപ്പി സിപ്പ് ചെയ്യുന്നതും തമ്മിൽ 20 മിനിറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓ, അത് അപ്പൊ തന്നെ കറന്ന് കോഫി ആക്കി നമുക്ക് തരും. 20 മിനിറ്റ് മാത്രം ദൂരം. നമ്മുടെ നാവിൽ തൊടുന്ന പാല് 20 മിനിറ്റ് മുമ്പ് പോലും കറന്നിട്ടില്ല. അതുപോലെ അത് മൊത്തം ചെമ്പിലാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് എൻ്റെ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ നമ്മൾ ചായ കൊടുക്കുന്നത് ചെമ്പിന്റെ സമോവറിലാണ്. ഇതൊക്കെ കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ കഥകളെ ഓർമ്മയുണ്ടാവുള്ളൂ. ഇപ്പം എസ് കെ പൊറ്റക്കാടിൻ്റെ മുഴുവൻ പുസ്തകങ്ങൾ വായിച്ചതിൽ എനിക്ക് ഭക്ഷണം കഴിച്ചത് ഓർമ്മയുണ്ടാവുക. ബഷീറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചതിൽ അതാണ് എനിക്ക് ഓർമ്മ. ഇപ്പം എൻ എസ് മാധവൻ ഇവരെ പോലെ അങ്ങനെ ഒരുപാട് വോളിയം റൈറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യനല്ല. എൻ എസ് മാധവൻ്റെ പോലും ഞാൻ ആ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനികൾ എന്ന് പറയുന്ന പുസ്തകത്തിലെ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ബാക്കി ഓർമ്മയുണ്ടാവില്ല. മെൻ്റലാണ്. വേറെ ഒരു പണിക്ക് വരെ യൂട്യൂബ് എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാനിപ്പോഴും ഇംഗ്ലണ്ടിലെയോ മറ്റോ വല്ല റെസ്റ്റോറൻറ്റിലും പാത്രം കഴുകുന്നുണ്ടാവുമായിരുന്നു. എന്നെ വേറെ എന്തെങ്കിലും ഒരു പണിക്ക് ഉള്ളൂ എന്ന് എനിക്കറിയാൻ പാടില്ല, ഇതല്ലാതെ. അല്ല, പണ്ടൊക്കെ നമ്മളിങ്ങനെ ഭക്ഷണം എപ്പോഴും കഴിക്കുമ്പോഴത്തെ വീട്ടിൽ ഭക്ഷണത്തിനെ പറ്റി അല്ലാതെ ഇവന് വേറൊരു ചിന്തയില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഇതായിരുന്നു അല്ലേ. അത് പക്ഷെ പിന്നീട് ഭാവിയിൽ ഇത്രയും നല്ലൊരു ജേണിക്കും കൂടെ ഒരു വഴിയായി. അതിപ്പോ ഒരുപാട് ക്രിക്കറ്റേഴ്സ് പണ്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ അച്ഛനമ്മമാര് പറഞ്ഞിട്ടുണ്ടാവൂലേ ഇവനൊന്നും പഠിക്കുന്നില്ല എന്ന്. അവരിപ്പോ വലിയ ആൾക്കാർ ആയിട്ടുണ്ടാവൂലേ. യേശുദാസിനെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഫുൾ ടൈം പാട്ടും പണി നടക്കുകയാണ്. അപ്പൊ നമ്മള് ഒരിക്കലും ആ ലെവലിലൊന്നും ഒരിക്കലും എത്താൻ പറ്റൂലെങ്കിലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ നടക്കും. അത് ഞാൻ ആലോചിക്കുന്നത്, ഇപ്പൊ നമ്മൾ എന്ത് സിമ്പിളായിട്ട് വിടുന്ന ഒരു സംഭവമാണ് ഫുഡിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചേട്ടൻ ഫുഡിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ട്, ഇത്രയും ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ അറിയേണ്ട കുറെ കാര്യങ്ങൾ ഫുഡിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റ് എപ്പോഴായിരുന്നു? അത് അന്വേഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെറുപ്പം മുതലേയുള്ള ഇഷ്ടം. ഓക്കെ, ഇപ്പോൾ ഞാൻ ജനിച്ച് വളർന്നത് നാട്, അച്ഛൻ്റെ നാട് പിലിക്കോട്, അമ്മയുടെ നാട് ഉദിനൂര്. എൻ്റെ അമ്മയുടെ നാട്ടിൽ ഒരു അമ്പലമുണ്ട്, ക്ഷേത്രപാലക ക്ഷേത്രം. എപ്പോൾ പറഞ്ഞാലും എനിക്ക് ആ അമ്പലത്തിൻ്റെ രൂപമോ അതിൻ്റെ മുമ്പിലുള്ള താമരക്കുളമോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെയുള്ള വിഗ്രഹമോ ആ വിഗ്രഹത്തിൻ്റെ ഒരു ഓർമ്മ പോലും എനിക്കില്ല. പക്ഷെ അവിടുത്തെ ഉദയസമാനത്തിൻ്റെ അപ്പം ഇപ്പം ഉണ്ട് ടേസ്റ്റ് നാവിൽ. ഞാൻ കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായി. അങ്ങനെ തന്നെ അതിനെ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റൂ. അത് ഭയങ്കര വലിയൊരു നല്ലൊരു കാര്യമാണ്. ലൈക്ക് നമ്മളിപ്പം ഒരുപാട് പേരും ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു പാർട്ടാണത്. ഫുഡ് കഴിക്കുക, ജീവിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കുന്നു. പക്ഷെ ഫുഡിന് ഇത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന കുറെ കാര്യങ്ങൾ അല്ലേ. ആക്ച്വലി ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കൺസൾട്ടൻസിയിൽ അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഓർമ്മയുണ്ടാവും കൃത്യമായിട്ട്. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സോൾവ് ചെയ്യാൻ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം പണ്ട് എവിടെയെങ്കിലും കണ്ട പോലത്തെ ഒരു ഓർമ്മയുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പം US പോവാണ്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് എയർലൈനുകളുണ്ട്. എയർ ഇന്ത്യയിൽ പോവാം, എമിറേറ്റ്സിൽ പോവാം, സിംഗപ്പൂർ എയർലൈൻസിൽ പോവാം, അല്ലെങ്കിൽ കാത്തെ പസഫിക്കിൽ പോവാം, ജപ്പാൻ JAL പോവാം, എമിറേറ്റ്സ്, ഖത്തർ, സൗദിയ, ഇഷ്ടംപോലെ എയർലൈനുകൾ. ഞാൻ ആദ്യം എന്താ ആലോചിക്കാന്നറിയോ, ഈ സീറ്റിന് എത്ര വീതി ഉണ്ടെന്നോ അതൊന്നുമല്ല. ലോഞ്ചിൽ എന്ത് ഫുഡ് കിട്ടും. വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ മലേഷ്യൻ ആകുമ്പോൾ ആ സാത്തെ തന്നെയായിരിക്കും കിട്ടുക. അത് വേണ്ട, മടുത്ത്. അതായത് അത് ഏത് സമയത്തും പോകുന്നു, എപ്പോഴും ഇതൊന്നും അല്ല ചിന്തിക്കുക. അതെ, ബോംബെ എന്ന് പറയുമ്പോ വടപ്പ അങ്ങനെ അസോസിയേറ്റ് ചെയ്തുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഓരോ സിറ്റിയിലും ഉണ്ടാവും. ഇപ്പൊ തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എപ്പോൾ തിരുവനന്തപുരത്ത് പോയാലും ഒരു കല്യാണ സദ്യ കൊണ്ടിട്ടേ വരുള്ളൂ. ഞാൻ നേരെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്ത് പോകും. അതിന്റെ തൊട്ടപ്പുറത്തൊരു കല്യാണം മണ്ഡപമുണ്ട്. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ പോകും, കഴിക്കും, വരും. എന്നെ വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന ആളാണ് വിളിക്കാത്തത് അവർ മറന്നുപോയിട്ട് വിളിക്കാത്തതാണ്, മനഃപൂർവ്വം വിളിക്കാത്തതൊന്നുമല്ല. നമ്മള് പോയി ഒരു തവണ വലിയ പ്രശ്നമായി.
അപ്പൊ അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ വീഡിയോ ചെയ്ത് എന്നെ തിരിച്ചറിയുന്ന ഒരു കാലമായി. ആ, ഈ കല്യാണ പെണ്ണിനെ എന്നെ അറിയായിരുന്നു. അവസാനം എങ്ങനെയൊക്കെ കൂടി വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പെൺകുട്ടി ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞാൻ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ കൂടി ഇവിടുന്ന് ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പള്ളിയിൽ ഒരു നേർച്ച കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ എത്തി ഭക്ഷണം കഴിച്ചിട്ടില്ലാതെ പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ സദ്യയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കൊല്ലം എന്ന് പറയുമ്പോൾ എനിക്ക് ആ മട്ടൻ കറികളും ആ മട്ടൻ കറികൾ വല്ലാത്തൊരു ഫീലാണ് കൊല്ലത്ത്. പത്തനംതിട്ടയിൽ സത്യത്തിൽ ഞാൻ റെസ്റ്റോറൻറ്റുകളിലൊന്നും പോയിട്ടില്ല. പണ്ട് ഒരു പന്നി ഇറച്ചി കഴിച്ചൊരു ഓർമ്മയുണ്ട്, പണ്ടൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ. കോട്ടയം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി DC ബുക്സിൻ്റെ രവി DCയുടെ വീട്. അവിടെ കിട്ടുന്ന അപ്പവും പാനിയും പഴവും. ഇടുക്കിയിൽ പോകണമെങ്കിൽ ഇടിയിറച്ചി, ആലപ്പുഴയിലാണെങ്കിൽ മീൻകറി. എനിക്ക് പക്ഷേ ഈ കരിമീനൊന്നും അല്ല ഇഷ്ടം, എനിക്ക് ചെറിയ മീനുകളാണ് ഇഷ്ടം. ചെറിയ മീനുകൾ, കടൽ മീനാണെങ്കിൽ മാക്സിമം പോയ മത്തി അല്ലെങ്കിൽ അയില, അതിനപ്പുറത്തേക്ക് വലിയ താല്പര്യമില്ല. എറണാകുളം നമുക്ക് അവസാനം പറയാം. തൃശ്ശൂർ ബീഫ്, ധർമ്മൻ ചേട്ടന്റെ കട എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അടുത്തൊന്നും പോയിട്ടില്ല. ധർമ്മൻ ചേട്ടന്റെ കടയിൽ നമ്മൾ രണ്ടുപേരും പോയിന്ന് വെച്ചോ. സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരെന്താ ചോദിക്കുക? കറക്റ്റ്. ധർമ്മൻ ചേട്ടൻ ഒരു അക്ഷരം ചോദിക്കൂല. ഒരു പ്ലേറ്റിൽ പൊറോട്ട വെക്കും, ഒരു പ്ലേറ്റിൽ ബീഫ് വെക്കും. അവിടെ വേറൊന്നുമില്ല. പൊറോട്ടയും ബീഫും മാത്രം. തൃശ്ശൂർ ബീഫിന്റെ ഒരു കേന്ദ്രമാണ്. അതുപോലെ തൃശ്ശൂർ ഏറ്റവും ബെസ്റ്റ് ബീഫ് കിട്ടുക പലരും സാധാരണ കയറി പോകുന്ന സ്ഥലത്താണ് ബാറുകൾ. ഈ ബാറുകൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്ത് 4 സ്റ്റാർ ബാർ ആയാലും എന്തായാലും അതിന്റെ ഫ്രണ്ടിലുള്ള ഒരു സീനൊക്കെ കാണുമ്പോൾ പൊതുവെ ആൾക്കാർ അതിനകത്തോട്ട് കയറാൻ മടിക്കും. പക്ഷെ ആ ബാറുകളിൽ കിട്ടുന്നത് പോലത്തെ അത്രയും നല്ല പോർക്കും ബീഫും ഉണ്ടല്ലോ, വേറെ ആരെയും കിട്ടൂല. പാലക്കാട് ചെറിയ ചെറിയ കടികൾ, അത് മാർക്കറ്റിനകത്തൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കേണ്ടി വരും, പക്ഷെ ഫാബുലസ്. അതുപോലെ കൽപ്പാത്തിയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും കല്യാണം വിളിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും അതിന് പോയേ പറ്റൂ. വേറെ ലെവൽ പരിപാടിയാണ്. മലപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് തേങ്ങാച്ചോറും ബീഫുമാണ് എനിക്ക് മലപ്പുറം എന്ന് പറയുമ്പോൾ പൊതുവെ ഓർമ്മ വരിക. പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽ ചെയ്ത് ഭയങ്കര സംഭവമാക്കിയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ടാവും. പക്ഷെ അതിലൊന്നും വലിയ കാര്യം പൊതുവെ ഫീൽ ചെയ്തിട്ടില്ല, ഉണ്ടാവാറില്ല. ഇപ്പൊ മലപ്പുറത്ത് തന്നെ കേസ് പറഞ്ഞ പൊന്നാനി ഒരു മുട്ടപ്പത്തിരിയുടെ സംഭവം, പക്ഷെ എനിക്കത് കഴിച്ചിട്ട് വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഇഷ്ടം ഈ തേങ്ങാച്ചോറാണ്. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെ പോയിട്ട് രാവിലെ പൊറോട്ടയും മീൻമുളകും വെക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. ഞാനൊരു തവണ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ രാവിലെ 4:45 വിശന്നിട്ട് വിശപ്പ് പിന്നെ ഫുൾ ടൈം ആണല്ലോ. വടകര എത്തുന്നതിന് മുമ്പ് സൈഡാക്കിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ ചേട്ടാ എന്തും കഴിക്കാൻ, ഫ്രഷ് പൊറോട്ടയും മീൻമുളകും രാവിലെ 4:45. ഞാൻ ചോദിച്ചാൽ ആർക്ക്? അതിവിടെ കടലിൽ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ കടലിൽ പോകുന്ന അവിടെയല്ല, അപ്പൊ അവർ ഈ മീനൊക്കെ സോർട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുക. പിന്നെ കണ്ണൂരേക്ക് എത്തുമ്പോൾ എൻ്റെ നാടാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മള് കണ്ണൂരിന്റെ ഫുഡ് ക്യാപിറ്റൽ തലശ്ശേരിയാന്ന് പൊതുവെ പറയും. തലശ്ശേരിയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലശ്ശേരിയിൽ ഈ പറയുന്ന സാധനങ്ങൾ കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പൊ അവിടെ ഇല്ല. അതായത് ഒരു ഒത്തന്റിക് തലശ്ശേരി ബിരിയാണി കഴിക്കാൻ തലശ്ശേരി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാടായിരിക്കും. ഇതെന്റെ ഒരു ക്വസ്റ്റ്യനുമാണ്. തലശ്ശേരി സ്നാക്കുകൾ, കായപ്പോള, ചട്ടിപ്പത്തിരി, അത് ഇത്. ഞാൻ പണ്ട് മാതൃഭൂമിക്ക് വേണ്ടിയിട്ടൊരു റംസാൻ ഒരു ആർട്ടിക്കിൾ എഴുതി അത് കുറേ കൊല്ലം മുമ്പ്, ബ്ലോഗൊക്കെ ചെയ്യുന്നതിന് മുമ്പ്. അന്ന് ഞാൻ തലശ്ശേരി റിസർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. മാതൃഭൂമിയുടെ ഒരു 8 കോളം എങ്ങാനുണ്ട് ആർട്ടിക്കിൾ. അതിന്റെ 50% സ്നാക്സിന്റെ ലിസ്റ്റാണ്. അത്രയുണ്ട്. പിന്നെ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒബ്വിയസ്ലി എൻ്റെ വീടാണ്. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയുടെ അറ്റത്താണ്. അതായത് എൻ്റെ വീടിൻ്റെ 2ാമത്തെ പറമ്പ് കണ്ണൂർ ജില്ലയിലാണ്. നേരി ദോശയും പിന്നെ കാസർഗോഡിൻ്റെതായിട്ടുള്ള കുറേ ഫുഡുകളുണ്ട് അവിടെ മാത്രം കിട്ടുന്നത്. നേരി ദോശ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ടോപ്പ് സംഭവം. നേരി ദോശ അതിൽ ഉഴുന്നുണ്ടാവില്ല, അതിൽ അരി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഇനി എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ഇപ്പോൾ ഒരു ട്രൂ ഇൻ്റർനാഷണൽ
ഫുഡ് ഹബ്ബ് പോലെ ആവുകയാണ്. ഇന്ന് രാവിലെ ഞാനൊരു പാസ്ത കഴിച്ചു, ഇറ്റ്സ് വെരി ഗുഡ്. അതൊരു 3 കൊല്ലം മുമ്പത്തെ 2 കൊല്ലം മുമ്പത്തെ സീൻ പോലും അല്ല, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ മാത്രമായിരിക്കും ആ ഒരു ലെവലിലേക്ക് ഫുഡ് ഇന്നോവേഷൻ കൊണ്ടുവരുന്നത്. ഇവിടെ ഉണ്ടല്ലോ ലിക്കർ ബേസ് ചെയ്തിട്ടും കൂടെ ആൾക്കാർക്ക്, ബാംഗ്ലൂരൊക്കെ ബ്രൂവറിയൊക്കെ ഇല്ലേ, അതും കൂടെ എറണാകുളത്ത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാണ്ടല്ലോ സംഭവം ഭീകരരിക്കും. എറണാകുളത്ത് അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ സാധനം പറയാൻ പറഞ്ഞാൽ അതല്ല തോന്നുക. നിങ്ങൾക്കിപ്പോൾ ഒരു കേരള ക്യുസീൻ്റെ ഒരു കംപ്ലീറ്റ് ക്രോസ് സെക്ഷൻ അറിയണമെങ്കിൽ ജസ്റ്റ് എറണാകുളത്ത് വന്നാൽ മതി. അപ്പം ചേട്ടൻ ഇതിനിടയ്ക്ക് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്, നമ്മുടെ ഒത്തൻറ്റിക് ടേസ്റ്റ്, ഒത്തൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ കുറവാണെന്ന് അല്ലേ? അങ്ങനെ ശരിക്കും അത് അതായത് ഇപ്പോൾ കണ്ണൂരിൻ്റെ തനതായ വിഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ എല്ലാ നാട്ടിലും അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കുറവാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ട്? നമ്മൾ തപ്പി അന്വേഷിച്ച് പോകണം. ഇപ്പോൾ നമുക്ക് നല്ലൊരു പോർക്ക് വിന്താലു കഴിക്കണമെങ്കിൽ എറണാകുളത്ത് നമുക്ക് ഏതെങ്കിലും പോർക്ക് കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പോർക്ക് വിന്താലു ഓർഡർ ചെയ്താൽ നമുക്ക് ഓതൻറ്റിക് പോർക്ക് വിന്താലു കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് വേണോ, പ്രോപ്പർ കണ്ണൂരിൻ്റെ ചില ബേക്കറി ഐറ്റംസ് ഇപ്പോൾ ഷീൻ ബേക്കറി പോയാൽ കിട്ടും. തലശ്ശേരി ചില സ്നാക്സ് ബോംബെ ഹോട്ടലിൽ പോയാൽ കിട്ടും. എന്ന് വെച്ച് ബോംബെ ഹോട്ടലിൽ എല്ലാ സാധനങ്ങളും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അത് ആ ഒരു ഡിഷ് അന്വേഷിച്ച് പോകേണ്ടി വരും. ഒരു സ്പെസിഫിക് ഡിഷ് ഉണ്ടാവും ഇന്ന സ്റ്റോറിലെ ഇന്ന ഡിഷ്. സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റ്സിനും ഫ്ലാഗ്ഷിപ്പ് ഡിഷസ് ഉണ്ടാവും. ഓരോ റെസ്റ്റോറൻറ്റിനും 4-5 ഒതുങ്ങും. അതായിരിക്കും അവരുടെ ഏറ്റവും റവന്യൂ ജനറേറ്റിങ്ങും ഏറ്റവും വോള്യൂം ഉണ്ടാക്കുന്നത്, ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ഇത് ട്രഡീഷണലായിട്ട് നന്നായിട്ട് നടത്തുന്ന റെസ്റ്റോറൻറ്റുകളുടെ കാര്യം പറയുന്നത്, അല്ലാതെ കണക്കൊന്നും നോക്കാതെ കച്ചവടം ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഇതൊന്നും അറിയണമെന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഇപ്പോൾ ചില ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആയിരിക്കും എല്ലാം ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളത് ഒരു ആ സെയിൽസിലൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 4-5 ഐറ്റം ആയിരിക്കും ഉണ്ടാവുക. അപ്പം ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ചെമ്മീൻ്റെ ഒരു സാധനം പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഇപ്പം കോഴിക്കോട് ശങ്കരൻ ബേക്കറി പോയിട്ട് ഇന്ന അലുവ, അവിടെ ഒരുപാട് അലുവയുണ്ട്. ശങ്കരൻ ബേക്കറി വളരെ ലെജൻഡറി ആയിട്ടുള്ള സ്ഥലമാണ്. ഇന്ന അലുവ, അപ്പം ആ അലുവ ഇപ്പോഴും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതിലൊരു നൊസ്റ്റാൾജി ഉണ്ടാവും. ചിലപ്പോൾ പണ്ട് അച്ഛൻ്റെ കാലത്ത് പോകുന്ന സമയത്ത് നമ്മൾ മേടിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കില്ലേ, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പം ആലപ്പുഴയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്തെ കരിമീനിന് വേണ്ടിയിട്ട് ആൾക്കാർ കിടന്ന് കഷ്ടപ്പെട്ട് മരിക്കുന്നത് കാണാം. അതൊക്കെ അവരുടെ ആ പഴയ ഓർമ്മകളും സംഭവങ്ങളും ഒക്കെ കൂടിയതാണ്. ചിലപ്പോൾ അതിന് അന്നത്തെ ടേസ്റ്റ് ഒന്നും ഇന്ന് ഉണ്ടാവണമെന്നില്ല, ആംബിയൻസ് കൂടി. ഇപ്പം ബ്രദേഴ്സ് ഹോട്ടൽ പറയും ആലപ്പുഴയിൽ, അത് ആ നൊസ്റ്റാൾജിയെ വല്ലാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പയ്യന്നൂര് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ടോപ്പ് സ്റ്റാർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, അത് ഇപ്പോൾ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അവിടെ ഒരു മിനിമം ടേസ്റ്റിൽ ഒരു പൊറോട്ടയും ഒരു ചിക്കൻ റോസ്റ്റും എനിക്ക് ഉണ്ടാക്കി തന്നാൽ എനിക്ക് ഉടനെ ഓർമ്മ വരിക പണ്ട് എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് കയറിപ്പോയി ഈ സാധനം കഴിച്ചതാണ്. അതിന് അന്നത്തെ ടേസ്റ്റ് വേണ്ട, ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലേക്ക് ഒരു മെമ്മറി കയറി വരും. ഈ ഓതൻറ്റിസിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രോബ്ലം അതാണ്. കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറിയേ പറ്റൂ. അന്നത്തെ ഇൻഗ്രീഡിയൻസ് കിട്ടണ്ടേ? അന്ന് ഇപ്പൊ ഒരു ബേക്കിംഗ് രീതിയിലാന്ന് വെച്ചോ, പണ്ട് ബോർമയിലാണ് ഉണ്ടാക്കിയിരുന്നത്, ഇന്ന് അവനിലാണ് ഉണ്ടാക്കുന്നത്. ഇന്നൊരു ബോർമ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് പഫ്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരെ പ്രാക്ടിക്കൽ അല്ല. ഇപ്പം ടെക്നോളജി മാറുകയാണ്, ആൾക്കാർ മാറുകയാണ്, ആവശ്യങ്ങൾ മാറുകയാണ്. അടുത്ത കാലത്ത് ശ്രദ്ധിച്ച വേറൊരു കാര്യം, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, വേറൊരു കാര്യം ഞാൻ പറയാം. ജ്യൂസുകളിലും ഷേക്കുകളിലും മധുരം കൂടി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ പല ഭക്ഷണങ്ങളിലും എരിവ് കൂടി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മന്തികളിൽ പോലും ആൾക്കാർക്ക് ഇപ്പം എരിവും മധുരവും ഇഷ്ടമാണ്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റുകൾ നിർബന്ധിതരാവുകയാണ് ഒരു ചായയിൽ പോലും കുറച്ച് പഞ്ചസാര കൂടുതലിടാൻ. ഞാൻ പലയിടത്തും പോയിട്ട് നാരങ്ങ ഉള്ളതൊക്കെ പറയുമ്പോൾ മധുരം കുറച്ചൊന്ന് എടുത്തു പറയുന്നത്, അതാ ഞാൻ പെട്ടെന്ന് ആന്ന് പറഞ്ഞത്. മന്തികൾ, ബിരിയാണികൾ, കറികൾ,
പലതും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ചു. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു വണ്ടി കയറി നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകില്ലേ, ആ സമയത്ത് നാവിനൊരു പുകച്ചിലുണ്ടാവും, എരിവ് കൂടുതലാണ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറുകയാണ്. നമുക്ക് മധുരം കൂടുതൽ ഇഷ്ടമായി തുടങ്ങി. പണ്ട് ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്ന സാധനമില്ലേ, അതിന് മധുരം എന്ന് പറയുന്നത് ഫീൽ ചെയ്യില്ലായിരുന്നു, ഇന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പൊ പ്ലം കേക്ക്, ഓതന്റിക് മട്ടാഞ്ചേരി പ്ലം കേക്ക് വേണം. എന്തായാലും 60 കൊല്ലം മുമ്പത്തെ രൂപത്തിൽ അത് നടക്കില്ല. കാരണം ആ ബേക്ക് ചെയ്യുന്ന രീതി മാറി, ബേക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവം മാറി, ബേക്ക് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറിപ്പോയി. ഈ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ, പിന്നെ അതുപോലെ പൊതുവേ ഫുഡൊന്ന് റിച്ച് ആയതായി ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചുകൂടെ ക്രീമി, കുറച്ചുകൂടെ തിക്ക്. ഇപ്പം നിങ്ങൾ ചെറിയ പ്രായമാണ്, ഞാൻ 40 വയസ്സായി. ഒരു 35 കൊല്ലം മുമ്പ് ഇന്ന് കാണുന്ന പോലെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചൊരു കറി ഇമ്പോസിബിൾ ആണ്. അതിന് എത്ര ഏക്കർ തെങ്ങും പറമ്പുള്ള ആളുടെ വീട്ടിലായ പോലും ഉണ്ടാവില്ല. മൊത്തം മാറുകയാണല്ലേ ടേസ്റ്റ്? ഒബ്വിയസ്ലി മാറൂലേ. അല്ല, ഞാൻ ഇപ്പം ചേട്ടനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരു കാര്യം ഓർമ്മ വന്നത്, ലൈക്ക് നമ്മളിപ്പോൾ ഒരു കാര്യം കേട്ട് എഴുതുമ്പോൾ നമ്മുടെ കുറച്ച് ഇൻപുട്സും കൂടെ അതിനകത്ത് ആഡ് ചെയ്യും. അതുപോലെയാണ് ഈ കുക്കിങ്ങിന്റെ കാര്യത്തിലൊന്നും എനിക്കിപ്പോൾ തോന്നുന്നു. അതെ, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മനുഷ്യന് ഒരേപോലെ ഒരു കാര്യം കാലാകാലം ചെയ്യാൻ പറ്റില്ല. കാരണം അയാളുടെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ തള്ളിത്തള്ളി കയറി വരും. നമ്മുടെ നാട്ടിൽ വളരെ പുച്ഛത്തോടെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അവിടെ അത് ബംഗാളിയെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ബംഗാളി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് മലയാളി അല്ലാത്ത എല്ലാവരെയുമാണ്. ചൈനീസ് നേപ്പാളിയായിരിക്കും, ചിലപ്പോ കർണാടകക്കാരനായിരിക്കും, ആന്ധ്രക്കാരനായിരിക്കും, ഒഡീഷക്കാരനായിരിക്കും, മധ്യപ്രദേശോ രാജസ്ഥാനോ ബീഹാറോ മഹാരാഷ്ട്രയോ നോർത്ത് ഈസ്റ്റോ എന്തോ ആയിരിക്കും. ഈ ബംഗാളി എന്ന് പറഞ്ഞ ഒരു പുച്ഛമാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ യൂസേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നല്ലൊരു നാടൻ ബീഫ് കറി ഈ പറയുന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരനെ കൊണ്ട് അല്ലെങ്കിൽ ഒഡീഷക്കാരനെ കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, അയാൾ ജനിച്ച് വളർന്ന സ്ഥലത്തു നിന്നുള്ളൊരു സ്വാധീനം അതിനകത്തേക്ക് അയാളുടെ കൈ ഇങ്ങനെ തരിക്കും. കുറച്ച് കാലാൻ നമുക്കോ എന്തെങ്കിലുമൊക്കെ. കാരണം മൂപ്പരുടെ ടേസ്റ്റ് ബഡ്സ് അതിന് സെറ്റായതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആ ഒരു നാടൻ തേങ്ങ അരച്ച ബീഫ് കറി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അത് മൂപ്പരിക്ക് സെറ്റ് ആവൂല. ഓട്ടോമാറ്റിക്കലി മെല്ലെ ഒരു ഇൻഫ്ലുവൻസ് വരും. ഇനി ഇതല്ല ഇതിലെ മെയിൻ ഇഷ്യൂ. ഈ പറയുന്ന മനുഷ്യനില്ലേ, ഈ ബംഗാളി എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ചു പോയ മനുഷ്യനില്ലേ, ഇയാൾ 2ാമത്തെ ദിവസം ഇവിടെ വന്ന് ഇത് കഴിച്ചു നോക്കി. ഇയാള് ചിലപ്പോ അവിടുന്ന് ഒരു 4-5 തവണ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഓക്കെ ആവും. അങ്ങനെയാണ് ഈ ഒരു മാറ്റം വരുന്നത്. ഒബ്വിയസ്ലി വരൂലേ. ചേട്ടന്റെ ഏറ്റവും ഒരു കംഫർട്ട് ഫുഡ് അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന, എപ്പോ കിട്ടിയാലും കഴിക്കുന്ന ഒരു ഫുഡ്? പുളിശ്ശേരി, മീൻ പൊരിച്ചത്, ചോറ്. ഓക്കെ, അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത്. ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തവിട് വേണം ചോറിന്. അത് ഒരു പൊടിക്ക് കൂടുതൽ വേവണം. അതായത് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റവും മൂലയൊക്കെ കറിയോട് ചേരണം. അല്ലാതെ ഒരുമാതിരി ഇങ്ങനെ ബലം പിടിച്ച് അബൂ സലീമിനെ പോലെ വെക്കരുത്. പുളിശ്ശേരി വെരി ഇമ്പോർട്ടൻറ്റ്. കാന്താരി മുളക് ചേർത്ത് പുളിശ്ശേരി ആയിരിക്കണം. അതായത് പച്ചമുളക് ഉടായ്പ പരിപാടിയൊന്നും ശരിയാവില്ല. തൈര്, നമ്മുടെ പശുവിൻ്റെ തൈരാണെങ്കിൽ ബെസ്റ്റ്. മിൽമയുടെ തൈര് ഓക്കെ. ഈ പുളിശ്ശേരിയിൽ ഇടേണ്ട കഷ്ണം ഒന്നിക്കിൽ കക്കിരിക്ക, കറുമുറു കക്കിരിക്ക, അല്ലെങ്കിൽ കറുമുറു ആണ് പഴുത്തിട്ടില്ല എന്നുള്ള പാകത്തിലുള്ള കപ്പക്കയില്ലേ, കറുമൂസ, പപ്പായ. അതായത് ഈ പപ്പായക്ക് ഒരു സ്വീറ്റ്നെസ് വരും, പക്ഷെ അത് പഴുത്തിട്ടില്ല. അതും അല്ലെങ്കിൽ ഇതേ പ്രായത്തിലുള്ള പഴം, കായ പഴുത്തിട്ടില്ല, പക്ഷെ അതിന്റെ തൊലിയൊക്കെ മഞ്ഞ കളറായി. റൈറ്റ്. ഈ പുളിശ്ശേരി കാന്താരി മുളക് മെയിൻ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീൻ പൊരിച്ചതാണ്. അത് മത്തി അല്ലെങ്കിൽ അയില. ഇപ്പോൾ എറണാകുളത്ത് കിട്ടുന്ന
ഞാൻ ഈ അടുത്ത കാലത്തായി കഴിഞ്ഞൊരു 6 മാസമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ മത്തിയും കാർബോർഡ് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ച പോലത്തെ സാധനമാണ്. അതിന് ഒരു വികാരവും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നത് എനിക്കറിയില്ല. നല്ല നെയ്യുള്ള, എൻ്റെ നാട്ടിലെ എണറെന്ന് പറയും. എണറെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള മുട്ടയാണ്. പരിഞ്ഞിലെന്ന് പറയും. ഓക്കെ ഓക്കെ. മത്തി അതുള്ള മത്തി. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഈ മുട്ട എങ്ങനെ പുറത്തോട്ട് വരുമല്ലോ. അപ്പം മത്തി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും പാടില്ല. മുളക് പൊടി, മല്ലിപ്പൊടി തന്നെ വേണമെങ്കിൽ മതി. മഞ്ഞപ്പൊടി കുറച്ച്, മല്ലിപ്പൊടി വേണമെങ്കിലാവാം. ഉലുവ പൊടിച്ച് വേണമെങ്കിൽ ചെറുതായിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക. ചെറിയ തീയിൽ മെല്ലെ, ധൃതി പിടിക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. ലോകത്തിൽ തിരക്ക് പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊളാവുന്ന 1-2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഭക്ഷണം. ആ മത്തി ഒന്ന് റെഡിയായി വരുമ്പോൾ ഈ മത്തിയുടെ മുട്ടയുണ്ടല്ലോ, അതിങ്ങനെ വെതറതിന് ചുറ്റും. അപ്പം അതിൽ നിന്നൊരു നെയ്യൊക്കെ അങ്ങ് ഇറങ്ങി വന്ന്, അപ്പോൾ നമുക്ക് ചോറായി, പുളിശ്ശേരിയായി, മത്തിയായി. ഇനി വേണ്ടത് മാമ്പഴക്കാലം തുടങ്ങുമല്ലോ. അപ്പോൾ പുളി മാങ്ങയുണ്ടാവും. ഈ പുളി മാങ്ങയെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നല്ലോണം മുളക് പൊടിയിട്ടൊരു അച്ചാറിടുക. എന്നിട്ട് അത് കറുമുറു പാകത്തിൽ അതിങ്ങനെ വാരിയെടുത്തിട്ട് ഇവിടെ സൈഡിൽ വെക്കുക. പുളിശ്ശേരി, ചോറ്, അച്ചാർ, മീൻ പൊരിച്ചത്. പിന്നെ ഇതൊരുമാതിരി കുറച്ച് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. ഇത് കുറേ ഉണ്ടാക്കി വെക്കുക, പറ്റാവുന്നത്ര കഴിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ആ കസേരയെ തന്നെ ഉറങ്ങിപ്പോവുക. ഞാനിപ്പോ കുറച്ച് ബബ്ലിയാണ്, പക്ഷെ എനിക്ക് തീരെ കുറച്ചേ ഭക്ഷണം കഴിക്കാൻ പറ്റും. അതെന്റെ ഒരു ഭയങ്കര നെഗറ്റീവ് പോയിന്റ്. അറിയില്ല, എനിക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ചേ കഴിക്കാൻ പറ്റും. ഇത് ചില ദിവസങ്ങളിൽ ഇപ്പം വീട്ടിലെ അമ്മയും ഭാര്യയും ആരും ഒന്നും ഇല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിച്ചേ അങ്ങനെ ഉറങ്ങിപ്പോവും. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴായിരിക്കും മനസ്സിലാവും കൈ കഴുകിയിട്ടുണ്ടാവില്ല. വീട്ടിലാരെങ്കിലും ഉള്ളപ്പോഴേ അതൊരു പ്രശ്നം ഒബ്വിയസ്ലി അവര് കണ്ടുപിടിക്കുമല്ലോ. അയ്യോ, ശരിക്കും അങ്ങനെ കുറച്ച് എക്സാജറേറ്റ് ചെയ്യുന്നതാണോന്ന് ചോദിച്ചാൽ അല്ലല്ലേ. കഴിച്ചെടുത്തിരുന്നത് ഞാൻ എന്തിനാ കളവ് പറയുന്നത്? പിന്നെ ഒന്നാമത് ഈ പറയുന്നത് മുഴുവൻ എന്നെ അപമാനിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ വേറൊരാളുടെ ഈ വക കാര്യങ്ങളിൽ കൺസേൺഡ് ആവുന്നത് ഒരു തരം വേണ്ടാത്ത സ്വഭാവമാണ്. വളരെ ഫിറ്റ് ആയിട്ടുള്ള എത്രയോ പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. അന്ന് രാത്രി അവരെന്നെ വിളിച്ചിട്ട് പറയാണ്, താനെന്ത് മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെയാണോ ആൾക്കാർക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കുക. ആ സ്ത്രീയെ ഞാൻ കുറ്റം പറയല്ല, പക്ഷേ അത് അവരങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ശീലിച്ചിട്ടുണ്ടാവുക. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ കരിക്കിൻ്റെ ഷെയ്ക്ക് വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ട് ബെൻസ് കാറ് വാങ്ങിച്ചു. ഒന്നാലോചിച്ച് നോക്ക്. പക്ഷെ ചില ആൾക്കാർ ചില കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയുന്നത് കേൾക്കുമ്പോഴേ ഞാൻ ഇത്രക്കൊക്കെ വൻ സംഭവം. ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് ഫുഡ് ബ്ലോഗർ എന്നുള്ള നിലയിലല്ല. ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.